ആർത്തവ വിരാമവും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസുള്ള ഫീൽഡ്. അദ്ദേഹം അതിനെക്കുറിച്ചാണ് സംസാരിക്കും. കൊച്ചി VPS ലേക്ക് ഷോറിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സ്മിത ജോയി വരുന്നു. ഓവർ ടു ഡോക്ടർ സ്മിത ജോയ്. Family Doctor, supported by VPS Lakeshore. മെനോപോസ് എന്ന് പറയണമെങ്കിൽ നമ്മൾ പീരീഡ്സ് നിന്നിട്ട് ഒരു 12 months പീരീഡ് ഇല്ലാതിരുന്ന് കഴിഞ്ഞാലാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മെനോപോസൽ ചേഞ്ചസ് മേ ബി ചിലർക്ക് ഒരു 4 to 5 years മുമ്പ് വരെ തുടങ്ങാം. അതായത് ഹോർമോൺ ലെവൽസിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ പീരീഡ്സിനകത്തുള്ള അബ്നോർമാലിറ്റി ആവാം. അതായത് പീരീഡ്സ് ലേറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഭയങ്കര അടുപ്പിച്ച് വരാം, ബ്ലീഡിങ് കൂടുതലായിട്ട് വരാം, കുറഞ്ഞു വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. അതിൻ്റെ കൂടെ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഹോട്ട് ഫ്ലാഷസ്, അതായത് പെട്ടെന്ന് നമ്മളിങ്ങനെ ചൂട് വരുന്നു, പെട്ടെന്ന് വേർക്കുന്നു, നമ്മൾ തണുക്കുന്നു, ഹോട്ട് ഫ്ലാഷസ്, മൂഡ് സ്വിങ്സ് വരാം, വെയിറ്റ് ഗെയിൻ വരാം, പിന്നെ സെക്ഷൽ ഡിസയർ കുറേ, അങ്ങനെ സെക്ഷൽ പ്രോബ്ലംസ് ഇങ്ങനത്തെ ഒക്കെ വരാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 to 5 years തുടങ്ങി അങ്ങനെ വരാം നമുക്ക്. മെൻസ്ട്രൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം ചിലപ്പോൾ നമ്മളിത് മെനോപോസൽ ചേഞ്ചസ് കൊണ്ടാവണം എന്നില്ല, വേറെ നമുക്ക് അഡീഷണൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഫൈബ്രോയിഡോ ഓവേറിയൻ സിസ്റ്റോ എന്തെങ്കിലും ഒരു പെത്തോളജിക്കൽ കോസ് കൊണ്ടും നമുക്ക് ഈ മെൻസ്ട്രൽ പ്രോബ്ലംസ് വരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുക. സെക്കൻഡ്ലി നമ്മുടെ ഈ ഹോട്ട് ഫ്ലഷസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കതിന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഉണ്ട്, മെഡിക്കേഷനും ഉണ്ട്. ഇനീഷ്യലി നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വെച്ച് തുടങ്ങാം. അത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എക്സസൈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഫുഡിൽ ചില ഫൈറ്റോ ഈസ്ട്രജൻസ് ഒക്കെ കൂടുതലുള്ള ഫുഡ് ലൈക്ക് ചൈന, ചേമ്പസ് സോയ അങ്ങനത്തെയൊക്കെയുള്ള ഫുഡ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ റിലാക്സേഷൻ എക്സസൈസസ് ലൈക്ക് യോഗ, മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ അടുത്താണ് മെഡിക്കേഷൻ. അത് തന്നെ ഡയറക്റ്റ് ഹോർമോൺസിലേക്ക് പോവാം, അല്ലെങ്കിൽ അതിന് മുമ്പ് ഫൈറ്റോ ഈസ്ട്രജൻസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്, അത് ട്രൈ ചെയ്യാം. ഇതിലും പറ്റിയില്ലെങ്കിൽ നമ്മൾ ഹോർമോൺ തെറാപ്പിക്ക് പോവും. അതും ഡോക്ടറിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ പാടുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ മൂഡ് ചേഞ്ചസും അതൊന്നും നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈവൻ നമുക്കൊരു സൈക്കോളജി ഹെൽപ്പ് തേടുന്നതിലും തെറ്റില്ല. Family Doctor, supported by VPS Lakeshore. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.